സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട സെലക്ട് ചെയ്തിട്ടുള്ള 100 ചോദ്യങ്ങളാണ്. മുഴുവൻ ക്വസ്റ്റ്യൻസും നോക്കുക. PSC അടുത്തിടെയായിട്ട് ചോദിച്ചു വരുന്ന ട്രെൻഡിങ് ക്വസ്റ്റ്യൻസ് ആണ്. മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യുക. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, 42ാം ഭേദഗതിയിലൂടെ ആമുഖത്തിൽ കൂട്ടിച്ചേർക്കപ്പെട്ട വാക്കുകൾ ഏവ? 42ാമത്തെ ഭേദഗതിയിലൂടെ ആമുഖത്തിൽ കൂട്ടിച്ചേർക്കപ്പെട്ട വാക്കുകൾ. ഉത്തരം കിട്ടുന്നുണ്ടോ എന്ന് സ്വയം ചെക്ക് ചെയ്ത് നോക്കാം. ഉത്തരം എന്താണ്? സോഷ്യലിസം, മതേതരത്വം, അഖണ്ഡത. സോഷ്യലിസം, മതേതരത്വം, അഖണ്ഡത എന്നീ 3 വാക്കുകളാണ് 42ാമത്തെ ഭേദഗതിയിലൂടെ ആമുഖത്തിൽ കൂട്ടിച്ചേർക്കപ്പെട്ടത്. സോഷ്യലിസം, മതേതരത്വം, അഖണ്ഡത. ഗാന്ധിജി കോൺഗ്രസിൽ നിന്നും രാജിവെച്ച വർഷം ഏത്? ഗാന്ധിജി കോൺഗ്രസിൽ നിന്നും രാജിവെച്ചത് ഏത് വർഷമാണ്? 1934 1934 ഗാന്ധിജി കോൺഗ്രസിൽ നിന്നും രാജിവെച്ചത്. ബിന്ദു എന്ന പ്രശസ്തമായ പെയിന്റിംഗ് വരച്ചത് ആര്? പെയിന്റിങ്ങിന്റെ പേര് ബിന്ദു. വരച്ചത് ആര്? SH റാസ. SH റാസയുടെ പെയിന്റിംഗ് ആണ് ബിന്ദു. ഏത് സംവിധാനത്തിന്റെ പിൻഗാമിയായാണ് 1995 ലോക വ്യാപാര സംഘടന നിലവിൽ വന്നത്? ഏത് സംവിധാനത്തിന്റെ പിൻഗാമിയായാണ് 1995 ലോക വ്യാപാര സംഘടന നിലവിൽ വന്നത്? ഘാട്ടാണ്. ഘാട്ടിന്റെ പിൻഗാമിയായിട്ടാണ് ലോക വ്യാപാര സംഘടന നിലവിൽ വന്നത്. പട്ടികജാതി പട്ടികവർഗ സംവരണം പഞ്ചായത്ത് സ്ഥാപനങ്ങളിൽ ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ്? പട്ടികജാതി പട്ടികവർഗ സംവരണം പഞ്ചായത്ത് സ്ഥാപനങ്ങളിൽ ശുപാർശ ചെയ്ത കമ്മിറ്റി ഏത്? അശോക് മേത്ത കമ്മിറ്റിയാണ്. അശോക് മേത്ത കമ്മിറ്റിയാണ് പട്ടികജാതി പട്ടികവർഗ സംവരണം പഞ്ചായത്ത് സ്ഥാപനങ്ങളിൽ ശുപാർശ ചെയ്തത്. അശോക് മേത്ത കമ്മിറ്റി. ദ്വിതല പഞ്ചായത്ത് രാജ് സംവിധാനം, അതായത് മണ്ഡൽ പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് ശുപാർശ ചെയ്ത കമ്മിറ്റി ഏത്? ദ്വിതല പഞ്ചായത്ത് രാജ് സംവിധാനം ശുപാർശ ചെയ്തത് അശോക് മേത്ത കമ്മിറ്റിയാണ്. ദ്വിതല പഞ്ചായത്ത് രാജ് സംവിധാനം ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ്? അശോക് മേത്ത കമ്മിറ്റിയാണ്. ത്രിതല പഞ്ചായത്ത് രാജ് സംവിധാനം ശുപാർശ ചെയ്ത കമ്മിറ്റി ഏത്? ത്രിതല പഞ്ചായത്ത് രാജ് സംവിധാനം ശുപാർശ ചെയ്തത് ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയാണ്. ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയാണ് ത്രിതല പഞ്ചായത്ത് രാജ് സംവിധാനം ശുപാർശ ചെയ്തത്. ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി. ഗ്രാമസഭയിൽ അധ്യക്ഷത വഹിക്കുന്നത് ആരാണ്? ഗ്രാമസഭയിൽ അധ്യക്ഷത വഹിക്കുന്നത് ആര്? പഞ്ചായത്ത് പ്രസിഡന്റ് ആണ്. പഞ്ചായത്ത് പ്രസിഡന്റ് ആണ് ഗ്രാമസഭയിൽ അധ്യക്ഷത വഹിക്കുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ്. നാവ് വീങ്ങുകയും നാവിലെ തൊലി ഇളകുകയും ചെയ്യുന്ന അവസ്ഥ, അതാണ് ഗ്ലോസിറ്റീസ് എന്നത്. ഇത് ഏത് വിറ്റാമിൻ്റെ കുറവ് കാരണമാണ് ഉണ്ടാകുന്നത്? ഗ്ലോസിറ്റീസ് ഏത് വിറ്റാമിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്നു? വിറ്റാമിൻ ബിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന ഡിസീസാണ്, രോഗമാണ് ഗ്ലോസിറ്റീസ് എന്നത്. ഗ്ലോസിറ്റീസ്. നഗരപാലിക സംവിധാനത്തിലെ അടിസ്ഥാന സഭ ഏത്? നഗരപാലിക സംവിധാനത്തിലെ അടിസ്ഥാന സഭ വാർഡ് സഭയാണ്. നഗരപാലിക സംവിധാനത്തിലെ അടിസ്ഥാന സഭയാണ് വാർഡ് സഭ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഭരണ കാലാവധി എത്ര വർഷമാണ്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഭരണ കാലാവധി 5 വർഷമാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഭരണ കാലാവധി എത്ര വർഷമാണ്? 5 വർഷം. തുടർച്ചയായ 2 വാർഷിക പദ്ധതികൾ തൊട്ടു പിന്നാലെ ആരംഭിച്ച പഞ്ചവത്സര പദ്ധതി ഏതാണ്? തുടർച്ചയായ 2 വാർഷിക പദ്ധതികൾക്ക് തൊട്ടു പിന്നാലെ ആരംഭിച്ച പഞ്ചവത്സര പദ്ധതി 8ാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ്. 8ാം പഞ്ചവത്സര പദ്ധതി. തുടർച്ചയായ 2 വാർഷിക പദ്ധതികൾക്ക് തൊട്ടു പിന്നാലെ ആരംഭിച്ചതാണ് 8ാം പഞ്ചവത്സര പദ്ധതി. ഈ ക്ലാസ്സിൽ നിങ്ങൾക്കായിട്ടുള്ള ചോദ്യം, 8ാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം കമന്റ് ചെയ്യുക. 8ാമത്തെ പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം ഏത് എന്ന് കമന്റ് ചെയ്യുക. എല്ലാ വർഷവും സെപ്റ്റംബർ 16 ആചരിക്കുന്ന ലോക ഓസോൺ ദിനം 2025 സ്വീകരിച്ച പ്രമേയം എന്തായിരുന്നു? ലോക ഓസോൺ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? സെപ്റ്റംബർ 16 2025 ലോക ഓസോൺ ദിനത്തിന്റെ പ്രമേയം എന്ത് എന്നതാണ് ചോദ്യം. ഉത്തരം
ശാസ്ത്രം മുതൽ ആഗോള പ്രവർത്തനം വരെ, ശാസ്ത്രം മുതൽ ആഗോള പ്രവർത്തനം വരെ എന്നതായിരുന്നു 2025 ഓസോൺ ദിനത്തിന്റെ പ്രമേയമായിട്ട് സ്വീകരിച്ചിരുന്നത്. ശാസ്ത്രം മുതൽ ആഗോള പ്രവർത്തനം വരെ. വിവരാവകാശ നിയമപ്രകാരമുള്ള ഗ്രാമപഞ്ചായത്തിലെ സ്റ്റേറ്റ് പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസർ ആരാണ്? വിവരാവകാശ നിയമപ്രകാരമുള്ള ഗ്രാമപഞ്ചായത്തിലെ സ്റ്റേറ്റ് പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസറാണ് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി. അന്തരീക്ഷത്തിലെ ക്രമമായ താപനഷ്ട നിരക്ക്. അന്തരീക്ഷത്തിലെ ക്രമമായ താപനഷ്ട നിരക്ക് അനുഭവപ്പെടുന്നത് ഏത് പാളിയിലാണ്? അന്തരീക്ഷത്തിലെ ക്രമമായ താപനഷ്ട നിരക്ക് അനുഭവപ്പെടുന്ന പാളി ഏതാണ്? ട്രോപ്പോസ്ഫിയറിലാണ്. ട്രോപ്പോസ്ഫിയറിലാണ് അന്തരീക്ഷത്തിലെ ക്രമമായ താപനഷ്ട നിരക്ക് അനുഭവപ്പെടുന്നത്. ട്രോപ്പോസ്ഫിയർ. വിദ്യാഭ്യാസ അവകാശ നിയമപ്രകാരം സൗജന്യ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്നത് ഏത് പ്രായത്തിലുള്ള കുട്ടികൾക്കാണ്? വിദ്യാഭ്യാസ അവകാശ നിയമപ്രകാരം സൗജന്യ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്നത്, സൗജന്യ വിദ്യാഭ്യാസം ലഭിക്കേണ്ടത് 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ്. 6 മുതൽ 14 വയസ്സ് വരെ. ഭരണഘടന ഭേദഗതി ചെയ്യുന്നതിനുള്ള അധികാരം നൽകുന്ന അനുച്ഛേദം ഏത്? ഭരണഘടന ഭേദഗതി ചെയ്യുന്നതിനുള്ള അധികാരം നൽകുന്ന അനുച്ഛേദമാണ് അനുച്ഛേദം 368. അനുച്ഛേദം 368 പ്രകാരമാണ് ഭരണഘടന ഭേദഗതി ചെയ്യുവാൻ സാധിക്കുന്നത്. അനുച്ഛേദം 368. നിയമസഭ പിരിച്ചുവിടാൻ ആർക്കാണ് അധികാരമുള്ളത്? നിയമസഭ പിരിച്ചുവിടാൻ അധികാരമുള്ളത് ഗവർണർക്കാണ്. നിയമസഭ പിരിച്ചുവിടാൻ ആർക്കാണ് അധികാരമുള്ളത്? ഗവർണർ. സംസ്ഥാന ധനകാര്യ കമ്മീഷനെ നിയമിക്കുന്നത് ആരാണ്? സംസ്ഥാന ധനകാര്യ കമ്മീഷനെ നിയമിക്കുന്നത് സംസ്ഥാന ഗവർണറാണ്. സംസ്ഥാന ധനകാര്യ കമ്മീഷനെ നിയമിക്കുന്നത് ആരാണ്? സംസ്ഥാന ഗവർണർ. സൈലന്റ് വാലിയുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന സംഘടന. സൈലന്റ് വാലിയുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന സംഘടന കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്താണ്. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്താണ് സൈലന്റ് വാലിയുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന സംഘടന. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത്. ഭക്ഷണത്തിലെ ഊർജത്തിന്റെ അളവ് കണക്കാക്കുന്ന യൂണിറ്റ് ഏതാണ്? ഭക്ഷണത്തിലെ ഊർജത്തിന്റെ അളവ് കണക്കാക്കുന്നത് കലോറി. ഭക്ഷണത്തിലെ ഊർജത്തിന്റെ അളവ് കണക്കാക്കുന്ന യൂണിറ്റ് ഏതാണ്? കലോറി. ഓസ്റ്റിയോപൊറോസിസ് എന്ന രോഗം ഏത് ധാതുവിന്റെ കുറവ് കാരണമാണ് ഉണ്ടാകുന്നത്? ഓസ്റ്റിയോപൊറോസിസ് എന്ന രോഗം ഏത് ധാതുവിന്റെ കുറവ് കാരണമാണ് ഉണ്ടാകുന്നത്? കാൽഷ്യമാണ്. കാൽഷ്യത്തിന്റെ കുറവ് മൂലം ഉണ്ടാകുന്നു ഓസ്റ്റിയോപൊറോസിസ്. പഞ്ചായത്ത് രാജ് സംവിധാനം ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് നിലവിൽ വന്നത്? പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്ന ഭരണഘടനാ ഭേദഗതി ഏത്? 73-ാം ഭരണഘടനാ ഭേദഗതിയാണ്. 73-ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്നത്. 73-ാം ഭരണഘടനാ ഭേദഗതി. നഗരപാലിക സംവിധാനം ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് നിലവിൽ വന്നത്? നഗരപാലിക സംവിധാനം നിലവിൽ വന്ന ഭേദഗതി 74-ാമത്തെ ഭരണഘടനാ ഭേദഗതിയാണ്. 74-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് നഗരപാലിക സംവിധാനം നിലവിൽ വന്നത്. കേരളത്തിൽ ആദ്യത്തെ കമ്മ്യൂണിറ്റി ടൂറിസം പ്രോഗ്രാം ആരംഭിച്ചത് എവിടെ? കേരളത്തിൽ ആദ്യത്തെ കമ്മ്യൂണിറ്റി ടൂറിസം പ്രോഗ്രാം ആരംഭിച്ചത് മൺട്രോത്തുരുത്താണ്. മൺട്രോത്തുരുത്ത്. ഗാന്ധിപുരി എന്ന പേരിൽ അറിയപ്പെടുന്ന ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ വനിതാ രക്തസാക്ഷി ആര്? ഗാന്ധിപുരി അറിയപ്പെടുന്നത് ആരാണ്? മാതംഗിനി ഹസ്രയാണ് ഗാന്ധിപുരി എന്ന പേരിൽ അറിയപ്പെടുന്ന ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ വനിതാ രക്തസാക്ഷി മാതംഗിനി ഹസ്ര. ഇരുമ്പിന്റെ മാംസപേശികളും ഉരുക്കിന്റെ ഞരമ്പുകളുമാണ് നമ്മുടെ നാടിന് ആവശ്യമെന്ന് അഭിപ്രായപ്പെട്ടത് ആര്? ഇരുമ്പിന്റെ മാംസപേശികളും ഉരുക്കിന്റെ ഞരമ്പുകളുമാണ് നമ്മുടെ നാടിന് ആവശ്യം എന്ന് അഭിപ്രായപ്പെട്ടത് സ്വാമി വിവേകാനന്ദനാണ്. പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹി. കലഹാരി മരുഭൂമി രൂപപ്പെടുന്നതിന് കാരണമായ സമുദ്രജല പ്രവാഹം ഏത്? കലഹാരി മരുഭൂമി രൂപപ്പെടുന്നതിന് കാരണമായ സമുദ്രജല പ്രവാഹം ബെൻഗ്വേല പ്രവാഹം. കലഹാരി മരുഭൂമി രൂപപ്പെടുന്നതിന് കാരണമായ സമുദ്രജല പ്രവാഹമാണ് ബെൻഗ്വേല പ്രവാഹം.
ആന്ധ്രാപ്രദേശിലെ ഏത് ജില്ലയാണ് പോറ്റി ശ്രീ രാമലുവിന്റെ സ്മരണാർത്ഥം നാമകരണം ചെയ്യപ്പെട്ടത്? പോറ്റി ശ്രീ രാമലുവിന്റെ സ്മരണാർത്ഥം നാമകരണം ചെയ്യപ്പെട്ട ആന്ധ്രാപ്രദേശിലെ ജില്ല ഏത്? നെല്ലൂരാണ്, നെല്ലൂർ. മനുഷ്യനിൽ ഏത് ഹോർമോണിന്റെ കുറവാണ് വാമനത്വത്തിന് കാരണമാകുന്നത്? വാമനത്വത്തിന് കാരണമാകുന്നത് ഏത് ഹോർമോണിന്റെ കുറവാണ്? സൊമാറ്റോട്രോപ്പിന്റെ കുറവാണ് മനുഷ്യനിലെ വാമനത്വം എന്ന അവസ്ഥയ്ക്ക് കാരണമാകുന്നത്. സൊമാറ്റോട്രോപ്പിൻ. അടുത്ത ചോദ്യം, മയിൽപീലി തൂക്കം എന്നറിയപ്പെടുന്ന കലാരൂപം ഏത്? മയിൽപീലി തൂക്കം എന്നറിയപ്പെടുന്ന കലാരൂപമാണ് അർജുന നൃത്തം. അർജുന നൃത്തമാണ് മയിൽപീലി തൂക്കം എന്ന് അറിയപ്പെടുന്നത്. പ്രതിധ്വനി ഉണ്ടാകാൻ വേണ്ട ഏറ്റവും കുറഞ്ഞ ദൂരം എത്ര? പ്രതിധ്വനി ഉണ്ടാകുവാൻ വേണ്ട ഏറ്റവും കുറഞ്ഞ ദൂരം 17.2 മീറ്റർ ആണ്. 17.2 മീറ്റർ ആണ് പ്രതിധ്വനി ഉണ്ടാകുവാൻ വേണ്ട ഏറ്റവും കുറഞ്ഞ ദൂരം. 17.2 മീറ്റർ. ഹാൽഡിഗഡ് ചുരം സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ഏത്? ഹാൽഡിഗഡ് ചുരം സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ആരവല്ലിയാണ്. ആരവല്ലി. ഹാൽഡിഗഡ് ചുരം സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ഏത്? ആരവല്ലി. കേരളത്തിന്റെ ഔദ്യോഗിക ഫലമായി ചക്കയെ പ്രഖ്യാപിച്ച തീയതി? കേരളത്തിന്റെ ഔദ്യോഗിക ഫലമായിട്ട് ചക്കയെ പ്രഖ്യാപിച്ചത് എന്നാണ്? 2018 മാർച്ച് 21. 2018 മാർച്ച് 21. മനുഷ്യ ശരീരത്തിലെ കൊഴുപ്പ് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം? മനുഷ്യ ശരീരത്തിലെ കൊഴുപ്പ് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം സ്കിൻ ഫോൾഡ് കാലിപ്പർ. സ്കിൻ ഫോൾഡ് കാലിപ്പർ എന്തിനുപയോഗിക്കുന്നു? മനുഷ്യ ശരീരത്തിലെ കൊഴുപ്പ് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സ്കിൻ ഫോൾഡ് കാലിപ്പർ. വനിതാ ശാക്തീകരണത്തിന് ഊന്നൽ നൽകിയ പഞ്ചവത്സര പദ്ധതി? വനിതാ ശാക്തീകരണത്തിന് ഊന്നൽ നൽകിയ പഞ്ചവത്സര പദ്ധതി ഏത്? 10ാം പഞ്ചവത്സര പദ്ധതിയാണ്. വനിതാ ശാക്തീകരണത്തിന് ഊന്നൽ നൽകിയ പഞ്ചവത്സര പദ്ധതി 10ാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ്. കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ നിലവിൽ വന്ന വർഷം? കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ നിലവിൽ വന്ന വർഷം 1965 ആണ്. 1965. ഏഷ്യയിലെ ആദ്യത്തെ കാർബൺ നെഗറ്റീവ് ദേശീയോദ്യാനം? ഏഷ്യയിലെ ആദ്യത്തെ കാർബൺ നെഗറ്റീവ് ദേശീയോദ്യാനം ഏതാണ്? ഇരവികുളം ദേശീയോദ്യാനമാണ്. ഇരവികുളം ദേശീയോദ്യാനമാണ് ഏഷ്യയിലെ തന്നെ ആദ്യത്തെ കാർബൺ നെഗറ്റീവ് ദേശീയോദ്യാനം. സെമി ക്രയോജനിക് എഞ്ചിൻ ഉപയോഗിച്ചിട്ടുള്ള ഇന്ത്യയുടെ ആദ്യത്തെ റോക്കറ്റ് ഏത്? സെമി ക്രയോജനിക് എഞ്ചിൻ ഉപയോഗിച്ചിട്ടുള്ള ഇന്ത്യയുടെ ആദ്യത്തെ റോക്കറ്റാണ് അഗ്നിബാൺ. ഒരു ടേപ്പ് റെക്കോർഡറിൽ ശബ്ദോർജം ഏത് രൂപത്തിൽ റെക്കോർഡ് ചെയ്യപ്പെടുന്നു? ഒരു ടേപ്പ് റെക്കോർഡറിൽ ശബ്ദോർജം ഏത് രൂപത്തിലാണ് റെക്കോർഡ് ചെയ്യപ്പെടുന്നത്? കാന്തികോർജമായിട്ടാണ് റെക്കോർഡ് ചെയ്യപ്പെടുന്നത്. കാന്തികോർജം. ക്യാൻസർ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന കൊബാൾട്ടിന്റെ ഐസോട്ടോപ്പ് ഏത്? ക്യാൻസർ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന കൊബാൾട്ടിന്റെ ഐസോട്ടോപ്പാണ് കൊബാൾട്ട് 60. നീലക്കുറിഞ്ഞി പൂക്കുന്നതിന്റെ ഓർമ്മയ്ക്കായി ഇന്ത്യൻ തപാൽ വകുപ്പ് കുറിഞ്ഞിപ്പൂവിന്റെ ചിത്രമുള്ള സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം ഏത്? നീലക്കുറിഞ്ഞി പൂക്കുന്നതിന്റെ ഓർമ്മയ്ക്കായിട്ട് ഇന്ത്യൻ തപാൽ വകുപ്പ് കുറിഞ്ഞിപ്പൂവിന്റെ ചിത്രമുള്ള സ്റ്റാമ്പ് പുറത്തിറക്കിയത് 2006 2006 ഇന്ത്യൻ തപാൽ വകുപ്പ് കുറിഞ്ഞിപ്പൂവിന്റെ ചിത്രമുള്ള സ്റ്റാമ്പ് പുറത്തിറക്കിയത്. 2006. ദൈനംദിന കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണമായ മണ്ഡലം, അന്തരീക്ഷ മണ്ഡലം ഏത്? ദൈനംദിന കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണമായ അന്തരീക്ഷ മണ്ഡലം ട്രോപ്പോസ്ഫിയർ ആണ്. ട്രോപ്പോസ്ഫിയറിലുള്ള വായു പ്രവാഹം അറിയപ്പെടുന്ന പേര്? ട്രോപ്പോസ്ഫിയറിലുള്ള വായു പ്രവാഹമാണ് ജെറ്റ് പ്രവാഹം. ട്രോപ്പോസ്ഫിയറിലുള്ള വായു പ്രവാഹമാണ് ജെറ്റ് പ്രവാഹം. അടുക്കുശിലകൾ എന്നറിയപ്പെടുന്നത്? അടുക്കുശിലകൾ അവസാദ ശിലകളാണ്. അടുക്കുശിലകൾ എന്ന് അറിയപ്പെടുന്നത് അവസാദ ശിലകൾ. 2ാം പഞ്ചവത്സര പദ്ധതിയുടെ ശില്പിയായി അറിയപ്പെടുന്നത് ആര്? 2ാം പഞ്ചവത്സര പദ്ധതിയുടെ ശില്പി PC മഹാലനോബിസ് ആണ്. PC മഹാലനോബിസ്. ബംഗ്ലാദേശിലേക്ക് കടന്നിരിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത്? ബംഗ്ലാദേശിലേക്ക് കടന്നിരിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ത്രിപുരയാണ്. ത്രിപുര.
അധസ്ഥിത വിഭാഗത്തിലെ കുട്ടികൾക്ക് വേണ്ടി ശബരി ആശ്രമം സ്ഥാപിച്ചത് ആര്? അധസ്ഥിത വിഭാഗത്തിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ശബരി ആശ്രമം സ്ഥാപിച്ചത് ആര്? ടി.ആർ. കൃഷ്ണസ്വാമി അയ്യറാണ്. ടി.ആർ. കൃഷ്ണസ്വാമി അയ്യറാണ് ശബരി ആശ്രമം സ്ഥാപിച്ചത്. ഗാന്ധിജിക്ക് മഹാത്മാ എന്ന വിശേഷണം നൽകിയത് ആരാണ്? ഗാന്ധിജിക്ക് മഹാത്മാ എന്ന വിശേഷണം നൽകിയത് ആരാണ്? രവീന്ദ്രനാഥ ടാഗോറാണ് ഗാന്ധിജിക്ക് മഹാത്മാ എന്ന വിശേഷണം നൽകിയത്. പെട്രോളിയത്തിൽ നിന്ന് പെട്രോൾ, ഡീസൽ, മണ്ണെണ്ണ, നാഫ്ത തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ വേർതിരിക്കുന്ന പ്രക്രിയ. പെട്രോളിയം അല്ലെങ്കിൽ ക്രൂഡ് ഓയിലിൽ നിന്ന് പെട്രോൾ, ഡീസൽ, മണ്ണെണ്ണ, നാഫ്ത തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ വേർതിരിക്കുന്ന പ്രക്രിയയാണ് ആംശിക സേചനം. ആംശിക സേചനം എന്ന പ്രക്രിയയിലൂടെയാണ് പെട്രോളിയത്തിൽ നിന്നും പെട്രോൾ, ഡീസൽ, മണ്ണെണ്ണ, നാഫ്ത തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ വേർതിരിക്കുന്നത്. ഒരു പദാർത്ഥത്തിലെ എല്ലാ തന്മാത്രയുടെയും ചലനം മുഴുവനായും നിലയ്ക്കുന്ന ഊഷ്മാവ്. ഒരു പദാർത്ഥത്തിലെ എല്ലാ തന്മാത്രകളുടെയും ചലനം മുഴുവനായിട്ടും നിലയ്ക്കുന്ന ഊഷ്മാവാണ് അബ്സല്യൂട്ട് സീറോ ഊഷ്മാവിലാണ് ഒരു പദാർത്ഥത്തിലെ എല്ലാ തന്മാത്രകളുടെയും ചലനം മുഴുവനായിട്ടും നിലയ്ക്കുന്നത്. സോളാർ സെല്ലുകളുടെ പ്രവർത്തന തത്വം ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവമാണ്. സോളാർ സെല്ലുകളുടെ പ്രവർത്തന തത്വം ഏതാണ്? ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം. മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയ വർഷം. മനുഷ്യൻ ആദ്യമായിട്ട് ചന്ദ്രനിൽ ഇറങ്ങിയത് 1969. മനുഷ്യൻ ആദ്യമായിട്ട് ചന്ദ്രനിൽ ഇറങ്ങിയ വർഷം ഏതാണ്? 1969. സ്വിച്ച് ഓഫ് ചെയ്ത ശേഷവും ഫാൻ അല്പനേരം കൂടി കറങ്ങുന്നതിന് കാരണം എന്താണ്? സ്വിച്ച് ഓഫ് ചെയ്തത് ശേഷവും ഫാൻ അല്പനേരം കൂടി കറങ്ങുന്നതിന് കാരണം ചലനജഡത്വം മൂലമാണ്. ബഹിരാകാശ സഞ്ചാരികൾ പരസ്പരം സംസാരിക്കാൻ റേഡിയോ സംവിധാനം ഉപയോഗിക്കുവാൻ കാരണം ശൂന്യതയിൽ ശബ്ദത്തിന് സഞ്ചരിക്കുവാൻ കഴിയില്ല. അതുകൊണ്ടാണ് ബഹിരാകാശ സഞ്ചാരികൾ പരസ്പരം സംസാരിക്കാൻ റേഡിയോ സംവിധാനം ഉപയോഗിക്കുന്നത്. ശൂന്യതയിൽ ശബ്ദത്തിന് സഞ്ചരിക്കുവാൻ കഴിയില്ല. കത്തുന്ന ബൾബിന് താഴെ നിൽക്കുന്നയാൾക്ക് താപം ലഭിക്കുന്നത് എങ്ങനെയാണ്? കത്തുന്ന ബൾബിന് താഴെ നിൽക്കുന്നയാൾക്ക് താപം ലഭിക്കുന്നത് വികിരണം മൂലമാണ്. കേരളത്തിലെ ആദ്യത്തെ സെൻട്രൽ പ്രിസൺ ഏത്? കേരളത്തിലെ ആദ്യത്തെ സെൻട്രൽ പ്രിസൺ കണ്ണൂർ സെൻട്രൽ ജയിലാണ്. കേരളത്തിലെ ആദ്യത്തെ സെൻട്രൽ ജയിൽ കണ്ണൂർ സെൻട്രൽ ജയിൽ. സെൻട്രൽ വിജിലൻസ് കമ്മീഷന്റെ ആസ്ഥാനം ന്യൂഡൽഹി. ഒരു സംസ്ഥാനത്തെ അഡ്വക്കേറ്റ് ജനറലായി നിയമിക്കപ്പെടുന്നതിന് ആരുടെ നിയമനത്തിനുണ്ടായിരിക്കേണ്ട യോഗ്യതകളാണ് വേണ്ടത്? ഒരു സംസ്ഥാനത്തെ അഡ്വക്കേറ്റ് ജനറലായിട്ട് നിയമിക്കപ്പെടുന്നതിന് ആരുടെ നിയമനത്തിനുണ്ടായിരിക്കേണ്ട യോഗ്യതകളാണ് വേണ്ടത്? ഹൈക്കോടതി ജഡ്ജിയുടെ നിയമനത്തിനുണ്ടായിരിക്കേണ്ട യോഗ്യതകളാണ് ഒരു സംസ്ഥാനത്തെ അഡ്വക്കേറ്റ് ജനറലായിട്ട് നിയമിക്കപ്പെടുന്നതിനും വേണ്ട യോഗ്യതകൾ. കേരളത്തിലെ ജയിൽ വകുപ്പിന്റെ ആസ്ഥാനം എവിടെയാണ്? കേരളത്തിലെ ജയിൽ വകുപ്പിന്റെ ആസ്ഥാനം പൂജപ്പുരയാണ്. തിരുവനന്തപുരം പൂജപ്പുരയാണ് കേരളത്തിലെ ജയിൽ വകുപ്പിന്റെ ആസ്ഥാനം. ഇന്ത്യയിൽ ദേശീയ സ്റ്റാർട്ടപ്പ് ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? ഇന്ത്യയിൽ ദേശീയ സ്റ്റാർട്ടപ്പ് ദിനം ജനുവരി 16. ഇന്ത്യയിൽ ദേശീയ സ്റ്റാർട്ടപ്പ് ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? ജനുവരി 16. കേരളത്തിലെ ആദ്യത്തെ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ ആര്? കേരളത്തിലെ ആദ്യത്തെ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ ആരായിരുന്നു? ജസ്റ്റിസ് പരീതു പിള്ളയായിരുന്നു കേരളത്തിലെ ആദ്യത്തെ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ. സ്വത്തവകാശം നിയമാവകാശം മാത്രമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി ഏത്? സ്വത്തവകാശം ഒരു നിയമാവകാശം മാത്രമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി 44-ാം ഭരണഘടനാ ഭേദഗതിയാണ്. 44-ാമത്തെ ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്
സ്വത്തവകാശത്തെ ഒരു നിയമാവകാശം ആക്കി മാറ്റിയത്. അതിനു മുമ്പ് ഏത് തരത്തിലുള്ള അവകാശമായിരുന്നു? മൗലിക അവകാശത്തിൽ വരുന്നതായിരുന്നു സ്വത്തവകാശം. നിലവിൽ അത് നിയമാവകാശമാണ്. കേരള സെറാമിക്സ് ലിമിറ്റഡ് എവിടെയാണ്? കേരള സെറാമിക്സ് ലിമിറ്റഡ് കുണ്ടറയാണ്. കുണ്ടറ. അന്തരീക്ഷത്തിലെ ഏറ്റവും താപനില കുറഞ്ഞ മണ്ഡലം ഏത്? അന്തരീക്ഷത്തിലെ ഏറ്റവും താപനില കുറഞ്ഞ മണ്ഡലം മീസോസ്ഫിയർ ആണ്. അന്തരീക്ഷത്തിലെ ഏറ്റവും താപനില കുറഞ്ഞ മണ്ഡലം ഏതാണ്? മീസോസ്ഫിയർ. ന്യൂമിസ്മാറ്റിക്സ് എന്തിനെക്കുറിച്ചുള്ള പഠനമാണ്? ന്യൂമിസ്മാറ്റിക്സ് നാണയത്തെക്കുറിച്ചുള്ള പഠനമാണ്. ന്യൂമിസ്മാറ്റിക്സ്. കാവേരി എഞ്ചിൻ വികസിപ്പിച്ച സംഘടന ഏത്? കാവേരി എഞ്ചിൻ വികസിപ്പിച്ചത് DRDO ആണ്. പ്രതിരോധ ഗവേഷണ വികസന സംഘടന. DRDO ആണ് കാവേരി എഞ്ചിൻ വികസിപ്പിച്ച സംഘടന. ഗോതമ്പിന്റെ ശാസ്ത്രീയ നാമമാണ് ട്രിറ്റിക്കം എസ്റ്റീവം. 1114 കഥ എന്ന പുസ്തകം രചിച്ചത് ആര്? 1114 കഥ എന്ന പുസ്തകം രചിച്ചത് അക്കാമ ചെറിയാനാണ്. പുസ്തകത്തിന്റെ പേര് 1114 കഥ. ഇന്ത്യയിലെ ആദ്യത്തെ ചിത്രശലഭ സഫാരി പാർക്ക് തെന്മല. ശ്വസന പദത്തിലേക്ക് ആഹാരം കടക്കുന്നത് തടയുന്ന ഭാഗം ഏത്? ഭാഗമാണ് എപ്പിഗ്ലോട്ടിസ് അഥവാ ക്ലോമപിത്താനം. ശ്വസന പദത്തിലേക്ക് ആഹാരം കടക്കുന്നത് തടയുന്ന ഭാഗം എപ്പിഗ്ലോട്ടിസ്. ബിർസ മുണ്ടയുടെ ജന്മദിനമായ നവംബർ 15 ഏത് ദിവസമായിട്ട് ഇന്ത്യയിൽ ആചരിക്കുന്നു? ബിർസ മുണ്ടയുടെ ജന്മദിനമായ നവംബർ 15 ഏത് ദിവസമായിട്ടാണ് ഇന്ത്യയിൽ ആചരിക്കുന്നത്? ജൻജാതീയ ഗൗരവ് ദിവസ്, ഗോത്രാഭിമാന ദിനമായിട്ട് ആചരിക്കുന്നു. 2021 മുതലാണ് ഇത് ആചരിച്ച് തുടങ്ങിയത്. ബിർസ മുണ്ടയുടെ ജന്മദിനം നവംബർ 15. അപ്പൊ ജൻജാതീയ ഗൗരവ് ദിവസ് അല്ലെങ്കിൽ ഗോത്രാഭിമാന ദിനമായിട്ട് ആചരിക്കുന്നത് എന്ന് ചോദിച്ചാൽ നവംബർ 15 ആരുടെ ജന്മദിനമാണ്? ബിർസ മുണ്ടയുടെ ജന്മദിനമാണ്. ഏത് വർഷം മുതലാണ് ഇത് ആദരിച്ചു തുടങ്ങിയത് എന്ന് ചോദിച്ചാൽ 2021 മുതലാണ്. ഡാനിഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷം? 1616. ഇന്ത്യയിൽ വോട്ടിംഗ് പ്രായം 21 നിന്നും 18 മാറ്റിയ ഭരണഘടനാ ഭേദഗതി ഏത്? ഇന്ത്യയിൽ വോട്ടിംഗ് പ്രായം 21 നിന്നും 18 മാറ്റിയത് 61ാമത്തെ ഭേദഗതി പ്രകാരമാണ്. എത്രയിൽ നിന്നും എത്രയാക്കിയാണ് മാറ്റിയത്? 21 നിന്നും 18 മാറ്റി. ദളിത് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ച സാമൂഹിക നേതാവ് ആര്? ദളിത് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ജ്യോതിറാവു ഫുലെ. തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പഠനത്തിനും ചികിത്സയ്ക്കും ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പ് ഏത്? തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പഠനത്തിനും ചികിത്സയ്ക്കും ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പ് അയോഡിൻ 131 ആണ്. അയോഡിൻ 131 ആണ് തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പഠനത്തിനും ചികിത്സയ്ക്കും ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പ് അയോഡിൻ 131. ആണവ നിലയങ്ങളിൽ ഇന്ധനമായി ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പ് ഏതാണ്? ആണവ നിലയങ്ങളിൽ ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നത് യുറേനിയം 235 ആണ്. യുറേനിയം 235. ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ചരക്ക് സേവന നികുതി നിലവിൽ വന്നത്? ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ചരക്ക് സേവന നികുതി നിലവിൽ വന്നത്? 101ാം ഭേദഗതിയിലൂടെയാണ്. 101ാം ഭേദഗതി. ഇന്ത്യൻ രാഷ്ട്രപതിയാകാനുള്ള കുറഞ്ഞ പ്രായപരിധി എത്രയാണ്? ഇന്ത്യൻ രാഷ്ട്രപതിയാകുവാനുള്ള കുറഞ്ഞ പ്രായപരിധി 35 വയസ്സാണ്. 35 വയസ്സ്. ഇന്ത്യൻ ഉപരാഷ്ട്രപതി പാർലമെന്റിന്റെ ഏത് സഭയുടെ അധ്യക്ഷനാണ്? ഇന്ത്യൻ ഉപരാഷ്ട്രപതി പാർലമെന്റിന്റെ ഏത് സഭയുടെ അധ്യക്ഷനാണ്? രാജ്യസഭയുടെ അധ്യക്ഷനാണ്. രാജ്യസഭയുടെ അധ്യക്ഷൻ ആരാണ്? ഉപരാഷ്ട്രപതിയാണ്. ഒരു ക്ഷേമ രാഷ്ട്രം എന്ന ആശയം ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്? ഒരു ക്ഷേമ രാഷ്ട്രം എന്ന ആശയം ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്? നിർദ്ദേശക തത്വങ്ങളിലാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. നിർദ്ദേശക തത്വങ്ങൾ.
പഞ്ചവത്സര പദ്ധതികൾ എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് ഏത് രാജ്യത്തു നിന്നുമാണ്? പഞ്ചവത്സര പദ്ധതികൾ ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് റഷ്യയിൽ നിന്നുമാണ്. റഷ്യ. ഇന്ത്യയുടെ ധനകാര്യ തലസ്ഥാനം എന്നറിയപ്പെടുന്ന നഗരം ഏത്? ഇന്ത്യയുടെ ധനകാര്യ തലസ്ഥാനം മുംബൈ ആണ്. മുംബൈ. ഇന്ത്യയുടെ ധനകാര്യ തലസ്ഥാനം മുംബൈ. യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ UNO സ്ഥാപിതമായ വർഷം ഏത്? UNO സ്ഥാപിതമായ വർഷം 1945 1945 യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ സ്ഥാപിതമായത്. കേരള നിയമസഭയിലെ ആകെ അംഗങ്ങളുടെ എണ്ണം. കേരള നിയമസഭയിലെ ആകെ അംഗങ്ങളുടെ എണ്ണം 140 കേരള നിയമസഭയിലെ ആകെ അംഗങ്ങൾ 140. കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം എത്രയാണ്? കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം 941 941 ഗ്രാമപഞ്ചായത്തുകൾ. UPIയുടെ പൂർണ്ണരൂപം. UPI യൂണിഫൈഡ് പേയ്മെന്റ്സ് ഇന്റർഫേസ്. യൂണിഫൈഡ് പേയ്മെന്റ്സ് ഇന്റർഫേസ് UPI യൂണിഫൈഡ് പേയ്മെന്റ്സ് ഇന്റർഫേസ്. കുറഞ്ഞ സർക്കാർ പരമാവധി ഭരണം. മിനിമം ഗവൺമെന്റ് മാക്സിമം ഗവേണൻസ് എന്ന മുദ്രാവാക്യം ബന്ധപ്പെട്ടിരിക്കുന്നത് നീതി ആയോഗുമായിട്ടാണ്. നീതി ആയോഗിന്റെ മുദ്രാവാക്യമാണ് കുറഞ്ഞ സർക്കാർ പരമാവധി ഭരണം എന്നത്. മിനിമം ഗവൺമെന്റ് മാക്സിമം ഗവേണൻസ്. നീതി ആയോഗ്. ഏത് കോൺഗ്രസ് സമ്മേളനത്തിലാണ് സർ സി ശങ്കരൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായത്? സർ സി ശങ്കരൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായത് അമരാവതി സമ്മേളനത്തിലാണ്. അമരാവതി സമ്മേളനം. അമേരിക്കയിലെ ടെന്നസി വാലി പദ്ധതിയുടെ മാതൃകയിലുള്ള ഇന്ത്യൻ പദ്ധതി ഏത്? അമേരിക്കയിലെ ടെന്നസി വാലി പദ്ധതിയുടെ മാതൃകയിലുള്ള ഇന്ത്യൻ പദ്ധതി ദാമോദർ വാലി പദ്ധതിയാണ്. ദാമോദർ വാലി പദ്ധതി. ലോകസഭയിലെയും സംസ്ഥാന നിയമസഭകളിലെയും ആംഗ്ലോ ഇന്ത്യൻ സംവരണം നിർത്തലാക്കിയ ഭരണഘടനാ ഭേദഗതി. ലോകസഭയിലെയും സംസ്ഥാന നിയമസഭകളിലെയും ആംഗ്ലോ ഇന്ത്യൻ സംവരണം നിർത്തലാക്കിയ ഭരണഘടനാ ഭേദഗതി 104 ഭേദഗതിയാണ്. 2019 104 ഭേദഗതി പ്രകാരമാണ് ലോകസഭയിലെയും സംസ്ഥാന നിയമസഭകളിലെയും ആംഗ്ലോ ഇന്ത്യൻ സംവരണം നിർത്തലാക്കിയത്. PT ഉഷയുടെ ആത്മകഥയുടെ പേര്. PT ഉഷയുടെ ആത്മകഥയുടെ പേര് ഗോൾഡൻ ഗേൾ. PT ഉഷയുടെ ആത്മകഥയുടെ പേരാണ് ഗോൾഡൻ ഗേൾ. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ ജില്ലയായി പ്രഖ്യാപിക്കപ്പെട്ടത് ഏത്? കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ ജില്ല കൊല്ലം. മടക്ക് പർവ്വതങ്ങൾ രൂപം കൊള്ളുന്ന പ്രക്രിയ. മടക്ക് പർവ്വതങ്ങൾ രൂപം കൊള്ളുന്ന പ്രക്രിയ വലനം. കേംബുൾ ലംജാവോ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. കേംബുൾ ലംജാവോ ദേശീയോദ്യാനം മണിപ്പൂരിലാണ് സ്ഥിതി ചെയ്യുന്നത്. മണിപ്പൂർ. ഇന്ത്യ ഔദ്യോഗികമായിട്ട് അറിയപ്പെടുന്നത് റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ. ഇന്ത്യ ഔദ്യോഗികമായിട്ട് അറിയപ്പെടുന്നത് റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ. കേരള പോലീസ് അക്കാദമിയുടെ ആസ്ഥാനം. കേരള പോലീസ് അക്കാദമിയുടെ ആസ്ഥാനം രാമവർമ്മപുരമാണ്. തൃശ്ശൂർ ജില്ലയിലെ രാമവർമ്മപുരമാണ് കേരള പോലീസ് അക്കാദമിയുടെ ആസ്ഥാനം. അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനം. അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനമായിട്ട് ആചരിക്കുന്നത് ജൂൺ 23. അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനമായിട്ട് ആചരിക്കുന്നത് ജൂൺ 23. ഈ ക്ലാസ്സിലെ അവസാനത്തെ ചോദ്യമാണ്. സിറോഫ്താൽമി എന്ന അവസ്ഥയിലേക്ക് നയിക്കുന്നത് ഏത് വിറ്റാമിൻ്റെ തുടർച്ചയായ അഭാവമാണ്? സിറോഫ്താൽമിയ. വിറ്റാമിൻ എയുടെ തുടർച്ചയായ അഭാവമാണ് സിറോഫ്താൽമി എന്ന അവസ്ഥയിലേക്ക് നയിക്കുന്നത്. വിറ്റാമിൻ എ. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.